ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബൈയിലെ പ്രധാന ആർട്ടറി റോഡായ ഷെയ്ഖ് സായിദ് റോഡിലെ ഗതാഗതം 9% കുറഞ്ഞതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. 2025 ജാനുവരിയിൽ സാലിക് ആരംഭിച്ച ഡൈനാമിക് ടോൾ സംവിധാനമാണ് ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. തിരക്കേറിയ സമയങ്ങളിൽ 6 ദിർഹം, കുറവ് ഗതാഗതമുള്ള സമയങ്ങളിൽ 4 ദിർഹം എന്നിങ്ങനെയാണ് ടോൾ നിരക്കുകൾ. ഏപ്രിൽ മുതൽ പ്രീമിയം പാർക്കിങ്ങിനും മണിക്കൂറിന് 6 ദിർഹം നിരക്ക് ബാധകമാവുകയും ചെയ്യുന്നു. ഈ സംവിധാനം ഗതാഗത കാര്യക്ഷമത 20 മുതൽ 30% വരെ മെച്ചപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ദൂരവും യാത്രാവേളയും കുറയ്ക്കാനും സുസ്ഥിര ഗതാഗതത്തിനും ഇത് സഹായകരമാവുകയും ചെയ്യുന്നു. ആളുകൾ വഴിതിരിച്ച് തിരക്കുള്ള റോഡുകൾ ഒഴിവാക്കുന്നതും ഈ കാര്യത്തിന് ഏറെ സഹായകമായി. ഇതോടെ ഷെയ്ഖ് സായിദ് റോഡിൽ നിലവിൽ സ്ഥാപിച്ച അതിവേഗ ടോൾ സംവിധാനം വഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2025 ജാനുവരിയിൽ ആരംഭിച്ച സാലിക് ഡൈനാമിക് ടോൾ വർദ്ധിച്ചു വരുന്ന ഗതാഗത സാന്ദ്രത പരിഹരിക്കുന്നതിനായാണ് നിർമ്മിച്ചത്. ഡൈനാമിക് ടോൾ, പബ്ലിക് പാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ ഗതാഗത കാര്യക്ഷമത 20 മുതൽ 30% വരെ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ ഈ സംവിധാനം UAEയിലെ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അബുദാബിയിലെ ഹോട്ടലുകളിൽ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ എത്തുന്നു. ഇത് അതിഥികൾക്ക് എളുപ്പമായ ചെക്ക് ഇൻ സൗകര്യമൊരുക്കും. 2025 ഏപ്രിൽ 29 പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് സന്ദർശകരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഈ സംവിധാനം അതിഥികളുടെ വിവരങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും ചെക്ക് ഇൻ സമയം കുറയ്ക്കാനും സഹായിക്കും. ആദ്യഘട്ടത്തിൽ 5 നക്ഷത്ര ഹോട്ടലുകളിലും പിന്നീട് മറ്റ് ഹോട്ടലുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും. UAEയുടെ സൈബർ സുരക്ഷാ നിയമങ്ങൾ പാലിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അബുദാബിയിൽ ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം. 2025 ടൂറിസം മേഖലയിൽ നിന്നും 62 ബില്യൺ ദിർഹം വരുമാനം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 2024 13% കൂടുതലാണ്. ഈ സംവിധാനം അതിഥികളുടെ മുഖം സ്കാൻ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കും. ശേഖരിച്ച വിവരങ്ങൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കും. തുടർന്ന് ഈ വിവരങ്ങൾ സാംസ്കാരിക ടൂറിസം വകുപ്പ് അബുദാബിയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രീകൃത ഡാറ്റാബേസിലേക്ക് മാറ്റും. അതിഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഹോട്ടൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ഈ ഡാറ്റ ഉപയോഗിക്കും. UAEയിൽ സ്കൂളുകളിൽ പഠനസമയം പുനർക്രമീകരിച്ചു. ചൂട് വർദ്ധിച്ചതും രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുമാണ് സ്കൂളുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ഏപ്രിൽ 28 മുതൽ പുതിയ സമയം പ്രാബല്യത്തിൽ വന്നു. രാവിലെ 7:15 മുതൽ ഉച്ചയ്ക്ക് 1:35 വരെയാണ് സമയം. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ക്ലാസുകൾക്കാണ് ഈ സമയം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:15 മുതൽ 11 മണി വരെ ക്ലാസുകൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പനുസരിച്ച് പഠന നിലവാരം ഉറപ്പാക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കൂടാതെ അക്കാദമിക് കൗൺസിലർമാർക്ക് പ്രത്യേക പരിശീലനം നൽകാനും സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ പുതിയ പാഠ്യപദ്ധതി നടപ്പിലാക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം പല സ്കൂളുകളും നേരത്തെ തന്നെ സമയം മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ആവശ്യവും ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രാലയം പുതിയ തീരുമാനമെടുത്തത്. സ്കൂളുകളിൽ കൃത്യസമയത്ത് എത്തേണ്ടത് പ്രധാനമാണ്. അതിനാൽ സ്കൂൾ ഗേറ്റ് രാവിലെ 7 മണിക്ക് തുറക്കും. 7:30 ഗേറ്റ് അടക്കും. വൈകി വരുന്നതിനുള്ള കാരണം രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ അറിയിക്കണം. കൃത്യനിഷ്ഠത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം സ്കൂൾ അധികൃതർ എടുത്തു പറഞ്ഞു. കൃത്യനിഷ്ഠ വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തെയും പഠനത്തെയും സഹായിക്കും. യൂറോപ്പിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് മലയാളികളിൽ നിന്നടക്കം ലക്ഷങ്ങൾ തട്ടിയെടുത്ത് കമ്പനി ജീവനക്കാർ മുങ്ങിയതായി പരാതി. അൽഖ്വൈറിലെ KMT ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന കമ്പനിയാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തനം അവസാനിപ്പിച്ചതായി നോട്ടീസ് പതിച്ചിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയുടെ പരാതിയിൽ മസ്കറ്റ് റൂവി കോടതിയിൽ കേസ് നടന്നു വരുന്നതിനിടയിലാണ് കമ്പനി പ്രവർത്തനം നിർത്തിയത്. ഇദ്ദേഹമടക്കം നിരവധി പ്രവാസികളിൽ നിന്നും ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും തട്ടിപ്പിനിരയായവരിൽ ഉൾപ്പെടുന്നു.
വിസ പരസ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 2023 കാസർഗോഡ് സ്വദേശി കമ്പനിയെ സമീപിക്കുന്നത്. 1200 റിയാൽ കൊടുത്താൽ 6 മാസത്തിനുള്ളിൽ വിസ റെഡിയാക്കി തരാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആദ്യ ഗഡുവായി 500 റിയാൽ കൈമാറി. 3 മാസമായിട്ടും വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് കമ്പനിയെ സമീപിച്ചപ്പോൾ വിസ അപേക്ഷ തള്ളിയിരിക്കുകയാണെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് കാസർഗോഡ് സ്വദേശി പറഞ്ഞു. തുടർന്ന് റീഫണ്ടിനായി അപേക്ഷിച്ചപ്പോൾ കുറഞ്ഞ ചെലവിൽ മറ്റൊരു രാജ്യത്തേക്ക് വിസ വാഗ്ദാനം ചെയ്തു. ഒപ്പം തന്റെ സുഹൃത്തുക്കൾക്കും മറ്റും ഈ കമ്പനിയെ പരിചയപ്പെടുത്തിയാൽ വിസ ചെലവിൽ ഇളവ് തരാമെന്നും അറിയിച്ചു. ഇതേ തുടർന്ന് ഇദ്ദേഹം നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കമ്പനിയെ പരിചയപ്പെടുത്തി. ഇങ്ങനെ 9 പേർ ആദ്യ ഗഡുവായി 1 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യൻ രൂപ കൈമാറി. മാസങ്ങൾക്ക് ശേഷം ഇതിലൊരാൾക്ക് വർക്ക് പെർമിറ്റ് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അറിയിപ്പ് ലഭിച്ചു. അയാൾ മുഴുവൻ പൈസ അടയ്ക്കുകയും ചെയ്തു. തുടർന്ന് എംബസി ഇന്റർവ്യൂവിന് തീയതി നൽകിയെങ്കിലും ഓരോ ദിവസം പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇതിൽ പന്തികേട് തോന്നിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താനും നാട്ടിലുള്ളവരും വലിയ ചതിയിലാണ് പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് കാസർഗോഡ് സ്വദേശി പറഞ്ഞു. നിരവധി തവണ കമ്പനിയെ നേരിട്ട് സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല. മാത്രമല്ല തന്നെ പോലെ നിരവധി തട്ടിപ്പിനിരയായവരെ കാണാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞു. പലരെയും കമ്പനിയുടെ ക്യാബിനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന സമീപനമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. CEO, മാനേജർ പോസ്റ്റുകളിലെല്ലാം മുംബൈ സ്വദേശികളാണ്. വേനൽക്കാലത്ത് വൈദ്യുതി ബിൽ ഉയരില്ല. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലേക്ക് നിശ്ചിത നിരക്കുകൾ നിർണയിച്ച് പബ്ലിക് സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി ഉത്തരവിറക്കി. താമസ കെട്ടിടങ്ങളിലെ ബേസിക് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുക. പ്രവാസികൾക്ക് സ്വന്തം പേരിലുള്ള അക്കൗണ്ടുകൾക്കും ഒമാനിയുടെ പേരിലുള്ള ആദ്യ അക്കൗണ്ടിനും മാത്രമായിരിക്കും നിരക്കിളവ്. ഈ വർഷം ബേസിക് വിഭാഗത്തിലെ ഉപഭോക്താക്കളിൽ മെയ് മാസത്തിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 15%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിച്ചവർക്ക് 10%മാണ് ഇളവ് ലഭിക്കുക. എന്നാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 0 മുതൽ 4000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 20%, 4001 കിലോവാട്ട് മുതൽ 6000 കിലോവാട്ട് വരെ ഉപയോഗിക്കുന്നവർക്ക് 15% ഇളവ് ലഭിക്കും. കനത്ത ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഉയർന്ന ബില്ലിനും ഇടയാക്കും. ഇതു പരിഗണിച്ചാണ് ബില്ല് കുറച്ചു നൽകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഒമാനിൽ ഭൂരിഭാഗം പ്രവാസികളുടേതും സെക്കൻഡറി അക്കൗണ്ടുകളാണ്. ഇതിനാൽ തന്നെ പലർക്കും ഈ ആനുകൂല്യം ലഭ്യമാകില്ല. സ്വന്തം പേരിലുള്ള അക്കൗണ്ട് വഴി വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ഈ തീരുമാനം വലിയ ആശ്വാസം പകരും. കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സംശയാസ്പദമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെട്രാഷ് ആപ്പിലൂടെ അധികൃതരെ വിവരം അറിയിക്കാം. വളരെ വേഗത്തിലും ലളിതമായും ഇത്തരം സുരക്ഷാ സംബന്ധമായ വിവരങ്ങൾ ക്രിമിനൽ എവിഡൻസ് ആൻഡ് ഇൻഫർമേഷൻ വകുപ്പിനെ അറിയിക്കാനുള്ള സൗകര്യമാണ് ഈ ആപ്പിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതോറിറ്റികളുടെ പ്രതികരണ സമയം കൂടുതൽ വേഗത്തിലാക്കാനും രാജ്യത്തെ ജനതയുടെ സുരക്ഷ ശക്തിപ്പെടുത്താനും പുതിയ സൗകര്യം സഹായകമാകും.